നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്നൊരു മധുരപലഹാരം ഉണ്ടാക്കാം. കാജയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊരു 2 ഗ്ലാസ് മൈദയാണ്, അതായത് ഒരു 200 ഗ്രാം വരും. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ടൊരു 6 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മളിങ്ങനെ കയ്യിലെടുത്ത് പ്രസ് ചെയ്യുമ്പം കട്ടയാവുകയും അതൊന്ന് ഉടച്ച് കഴിയുമ്പോൾ അതൊന്ന് പൊടിഞ്ഞു പോവുകയും ചെയ്യണം. അതാണ് ഇതിൻ്റെ പാകം. ഇതിനി ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. 1/2 ഗ്ലാസ് പച്ചവെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ് പാചകം തുടങ്ങാം. ഈ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാം. ഈ ഒരു പാനിലേക്ക് ഞാൻ 1 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു നൂൽ പരുവമാണ് ഇതിൻ്റെ ഒരു പാകം. ഇതിലേക്ക് ഈ ഏലക്കയും കൂടെ ഇടാം. സിറപ്പ് പാകമായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഈ മാവ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുകൊണ്ട് നമുക്ക് 6 ചപ്പാത്തി ഉണ്ടാക്കാം. ഇനി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. വളരെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. ഓരോന്നും പരത്തിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് കണ്ടോ, ഇതുപോലെ പരത്തിയെടുക്കണം. നമുക്കിനി കാജി ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഷീറ്റിലേക്ക് അല്പം പൊടി വിതറിയിട്ട് ഈ ചപ്പാത്തി ഇതിലേക്ക് വെക്കാം. ആദ്യം ഇതിലേക്ക് നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാം. റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഈ പൊടി വിതറാം. മൈദയാണ്. മൈദ നന്നായിട്ട് വിതറി കൊടുക്കാം. വീണ്ടും ഇതിന് മുകളിലേക്ക് ഒരു ചപ്പാത്തി കൂടെ വെക്കാം. എന്നിട്ട് ഓയിൽ തേക്കാം. അതിനുശേഷം മൈദ. അങ്ങനെ നമുക്ക് എല്ലാ ചപ്പാത്തി ഇതുപോലെ ചെയ്തെടുക്കാം. ചപ്പാത്തി എല്ലാം ഒന്നിന് മീതെ ഒന്നായിട്ട് വെച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. എല്ലാം ഒരേപോലെ എല്ലാ സൈഡിൽ നിന്നും ഒരേപോലെ എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് ചുരുട്ടണേ. ഇടയ്ക്ക് വേണമെങ്കിൽ അല്പം പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാം നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. നമ്മൾ ഇതേപോലെ ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയുടെ വീഡിയോ കാണാത്തവരൊന്ന് കാണണേ. ഇനി ഇവിടെ വന്നു കഴിയുമ്പോഴും നമുക്കിനി ഇതിൽ വെള്ളം തേക്കാനുണ്ട്. ഇതിൻ്റെ ലെയർ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇതിൽ വെള്ളം തേക്കാം. ഇനി ഏറ്റവും അടിയിലത്തെ ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ ഈ വശത്ത് ഇങ്ങനെ വെള്ളം തേക്കുക. പിന്നെ അതിൻ്റെ മുകളിലത്തെ ചപ്പാത്തിയിൽ അങ്ങനെ എല്ലാ ലെയറിലും വെള്ളം തൊട്ട് തേക്കണേ. ഇങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ഇതൊക്കെ ലെയർ വിട്ടുപോകും. ഇനി ഇത് വീണ്ടും ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് ഇവിടെയും നനവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മൈദ അതിൻ്റെ മീതെ ഇടാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി ഒരു സൈഡിലേക്ക് ഉരുട്ടാൻ നോക്കണേ, അല്ലാന്ന് വെച്ചാൽ ലെയർ അഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഈ 2 സൈഡിലും മറ്റത്തുള്ളതിന് അധികം ലെയർ ഉണ്ടാകത്തില്ല. എല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായി പരത്തിയെടുക്കാം. ആദ്യം വിരൽ വെച്ചിട്ട് 2 സൈഡും ഒന്ന് അമർത്തിയിട്ട് ഒരു റോളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അധികം പ്രസ് ചെയ്യേണ്ട. ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ലെയറൊക്കെ വിട്ട് വരും. ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എണ്ണയിലേക്കിടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ. ഇത് എണ്ണയിലിട്ടിട്ട് ഒരു അല്പം കഴിയുമ്പോഴേക്ക് ഇതെല്ലാം ഒന്ന് പൊങ്ങി വരും. ആ സമയം മുതൽ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ മുരിച്ചെടുക്കണം. ചെറിയ തീയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടെടുത്താലേ ഇതിൻ്റെ ഉള്ളൊക്കെ വേവത്തുള്ളൂ. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി പഞ്ചസാര ഇട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം, അല്ലാതെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നമുക്കിനി ഇതൊന്ന് പഞ്ചസാര പാനിയിൽ മുക്കിയെടുക്കാം. ഇതിപ്പോൾ അധികം ദിവസത്തേനൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ ഈ പഞ്ചസാര പാനി ഇതിലേക്കൊന്ന് കോരി ഒഴിക്കുകയേ ചെയ്യാവുള്ളൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരിയിരിപ്പ് പോകും. അങ്ങനെ നമ്മുടെ കാജ തയ്യാറായി. നല്ല ടേസ്റ്റാണ് ഈ കാജയ്ക്ക്. ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്